ഉപതെരഞ്ഞെടുപ്പ് ആവശ്യം ഇനി പാലക്കാട്ടേക്കാണ്. വിവാദങ്ങൾക്കിടയിൽ സരിനു വേണ്ടി പ്രചരണ രംഗത്തേക്ക് ഇപിയും എത്തും. ഇപിയുടെ പുസ്തകത്തിലെ പരാമർശം തലവേദന സൃഷ്ടിക്കുമ്പോൾ അതിൽ നിന്ന് കരകയറുവാനുള്ള ശ്രമത്തിലാകും LDF. വിശദാംശങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, ചേലക്കരയും വയനാടും കഴിഞ്ഞു, ഇനി പാലക്കാടാണ്. പാലക്കാട് മുന്നണികളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് മുൻപേ തന്നെ CPM-ൽ നിന്ന് അല്ലെങ്കിൽ ഇടത് മുന്നണിയിൽ നിന്നൊരു വിവാദം കൂടത്തിൽ നിന്നും പുറത്തു വന്ന ഭൂതമായി കഴിഞ്ഞു. ഇ പി ജയരാജൻ്റെ ആത്മകഥയിൽ പറയുന്ന കാര്യങ്ങൾ അവസരവാദി എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുവെന്ന് പറയപ്പെടുന്ന പി സരിന് വേണ്ടി അദ്ദേഹം ഇന്ന് പാലക്കാട് പ്രചരണത്തിന് എത്തുകയാണ്. EP എന്തു പറയും, എന്ത് വിശദീകരണം നൽകും എന്ന് തന്നെയാണ് ഏവരും കാതോർക്കുന്നത്. സ്വപ്ന, തീർച്ചയായും EP-യുടെ ഒരു കടന്നുവരവ് അതുതന്നെയായിരിക്കും ഇന്ന് പാലക്കാട്ടിലെ പ്രധാന ചർച്ചാ വിഷയം. EP-യുടെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പൂടെയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന പുസ്തകത്തിൽ 177-ാമത്തെ പേജും 78-ാമത്തെ പേജിലുമാണ് ഈ വിഷയത്തിന് ആസ്പദമായിട്ടുള്ള പരാമർശമുള്ളത്. പി സരിനെതിരെ, അതായത് കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചു, UDF-ൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അതാകാതെ വന്നപ്പോൾ മറുകണ്ഠം ചാടി, ഒരു നേരം ഇരുട്ടി വെളുക്കും മുമ്പ് മറുകണ്ഠം ചാടിയ ആളാണ് സരിൻ. ഇതുപോലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വതന്ത്രരാകുന്ന ആളുകളെ കൂടെ നിർത്തണമെന്ന് EMS സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് വയ്യാവേലിയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു വിഷയം സാധൂകരിക്കുന്നത് അൻവറിനെ ഉപമിച്ചുകൊണ്ടാണ് EP ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത്. അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ പുസ്തകം പൂർണ്ണമല്ലെന്നും താൻ എഴുതി പൂർത്തീകരിച്ചില്ല എന്നുള്ളൊരു പ്രതികരണം EP-യുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പാർട്ടി നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് പി സരിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇവിടെ എത്തുന്നത്. അതുതന്നെയായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും. EP ഇവിടെ എത്തുമ്പോൾ എന്തായിരിക്കും EP-യും സരിനും തമ്മിലുള്ള കൂടിക്കാഴ്ച, അവരുടെ സരിന് ഏതർത്ഥത്തിലായിരിക്കും സ്വീകരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് പാലക്കാട് നോക്കിക്കാണുന്നത്. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി സരിനും പ്രതികരിച്ചിരുന്നു. EP അത്തരത്തിൽ ഒരു പരാമർശം നടത്തുമെന്ന് താൻ കരുതുന്നില്ല എന്ന അർത്ഥത്തിലായിരുന്നു പി സരിൻ്റെ പ്രതികരണം. എന്നാൽ ഈ വിഷയം മറ്റ് രണ്ട് മുന്നണികളും NDA-യും അതുപോലെ തന്നെ UDF-ഉം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൽ K. സുരേന്ദ്രനും VD സതീശനും ഉൾപ്പെടെ പ്രസ്താവന ഇറക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇന്ന് VD സതീശനും അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള P. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ മണ്ഡലത്തിൽ എത്തുന്ന സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ദിനം കൂടിയായി പാലക്കാട്ടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. പാർട്ടിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ പാർട്ടി ഒരു സമ്മർദ്ദം, ഇക്കാര്യത്തിൽ EP തന്നെ വ്യക്തമായ മറുപടി അണികൾക്ക് നൽകണം എന്ന ഒരു സമ്മർദ്ദം തീർച്ചയായും ഇന്നത്തെ വൈകിട്ടത്തെ പൊതുയോഗത്തിൽ EP പങ്കെടുക്കുന്നതിന് പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കില്ലേ? തീർച്ചയായും സ്വപ്ന, പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പ്രധാനമായും സൂചിപ്പിക്കേണ്ടുന്നത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ തന്നെ മാറ്റിയതിനകത്ത് EP-ക്ക് നീരസമുണ്ട്. അതുൾപ്പെടെ ഈ പുസ്തകത്തിനകത്ത് EP പരാമർശിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് പി സരിനെതിരെയും EP ജയരാജൻ, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അതുപോലെ തന്നെ LDF-ൻ്റെ കൺവീനറായിരുന്നു. അങ്ങനെ CPM-ൻ്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള EP ജയരാജൻ ഇത്തരത്തിലേക്ക് ഒരു പരാമർശം നടത്തുന്നത് സ്ഥാനാർത്ഥിത്വത്തെ ആകെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പി സരിനെ അത്തരത്തിൽ അല്ലെങ്കിൽ പ്രചരണത്തിൽ CPM-ന് അതൊരു ഒരു പോരായ്മ സൃഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ട്. മറ്റ് മുന്നണികൾക്ക് വടി ആകാനുള്ള അല്ലെങ്കിൽ ഇവർക്കെതിരെ അടിക്കാനുള്ള ഒരു വടിയായി മാറ്റാനുള്ള സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ CPM-ൻ്റെ കൃത്യമായ ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിൽ EP പൊതുയോഗത്തിൽ സംസാരിക്കാൻ വേണ്ടി എത്തുന്നത്. അതിനാൽ തന്നെ ആ പൊതുയോഗത്തിൽ EP-ക്ക് എന്തായിരിക്കും പറയാനുള്ളത്, അല്ലെങ്കിൽ EP എന്തായിരിക്കും വിഷയത്തിൽ സൂചിപ്പിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതിനാൽ തന്നെ പാലക്കാട് ഇനി വരും ദിവസങ്ങളിൽ കൂടിയും ഇന്നുൾപ്പെടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പാലക്കാട്ടേക്ക് രാഷ്ട്രീയ കേരളം ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നതിനെയാണ് സ്വപ്ന. തീർച്ചയായും തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിൽ നമ്മൾ കാത്തിരിക്കുന്നത്. പി സരിൻ എന്ന സ്ഥാനാർത്ഥി അദ്ദേഹം അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ് എന്നതിൽ ഇന്ന് EP വ്യക്തമായൊരു മറുപടി പാലക്കാട് രാഷ്ട്രീയ കേരളത്തിന് നൽകേണ്ടി വരും. അജയാണ് വിവരങ്ങളുമായി ചേർന്നത്.